സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്. അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ, അല്ലേ? റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീമാരെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ച് പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാന്. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്കുക. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാൻ മൂലയെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോയ്ച്ചേ, നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക, രാജ്യം സ്മരിക്കുക. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ നിവൃത്തികേടുകൊണ്ടാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആർമി സൈബർ സെല്ലിൽ ഞാൻ ജോയിൻ ചെയ്തു. जी साहब, आप जा सकते हैं. ശത്രു രാജ്യത്തിന്റെ ഏത് സൈറ്റിലും സഞ്ചരിക്കാനുള്ള ഒരു പ്രോഗ്രാം കോർഡിനേഷൻ. സൈന്യത്തിന്റെ കൂടെ സൈന്യത്തിലൊരാളായി ഞാനും. Boys, we have to be alert 24/7. Okay? So, you continue. पीछे move. Morning, sir. ഗുഡ് മോർണിംഗ്. Captain Satish. മേജർ ശ്രീകുമാർ. Welcome, sir. താങ്ക് യു. ഈ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ വളരെ രസികനായ ഒരു മലയാളിയാ. ഹി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു, സർ. പാട്രിയോട്ടിസം തലക്കി പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക, ഷുഡ് സേ നോട്ടി ഓഫീസർ. So, Miss Kaul, do you get my point? No, sir. I didn't get you. See color? Coloring, painting, ചായം പൂശുക. Shaya? പൂശുക. Pushu? അങ്ങനെയും പറയാം. സംജാ? Now you get my point? Yeah. Sir, Yes, please. please come. Sir. This is Major Srikumar for a cyber mission. Okay. Sir? आप बैठे जी. Please sit down, Miss Kaul. ഇരിക്കൂ. Sir. By the way, she is Captain Suneet Kaul and he is Major Srikumar.
ഹായ് മാം. Hello, sir. ഞാൻ ഈ കൊച്ചിന് കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. സർ. വളയ്ക്കുക, ഒടിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാർ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പൂശുക. Yeah, that's right. യാ. Sir, So, Miss Kaul, you may leave now. We'll meet in the evening. Okay, sir. Okay? Thank you. Bye. ഒന്ന് മാറിക്കേ. എങ്ങനെ? കൊള്ളാം സർ. എന്നാ ഉള്ളാന്ന്? ഏ? താൻ ശരിക്കൊന്ന് കണ്ടോ? താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്നാ മനുഷ്യനാണ്. എടോ, ഒരു ഫ്രസ്ട്രേഷൻ. എല്ലാം ഒന്ന് പൊട്ടിച്ചെറിഞ്ഞാലേ കാഞ്ഞിരപ്പള്ളി കവലയിൽ കൂട്ടുകാരുമൊത്ത് ലുങ്കിയൊക്കെ മടക്കി കുത്തി എല്ലാം ഒരു തരം തിരിച്ചു പിടിക്കലാണ്. അതൊക്കെ പോട്ടെ. സോ യു ഹാവ് ടേക്കൻ ചാർജ്. വാട്ട് ആർ യുവർ പ്ലാൻസ്? വെൻ, ഹൗ ആൻഡ് വേർ? സർ, ഏത് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ പോലും ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത് ഏത് ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ രാജ്യത്തിന് ത്രെട്ടായിട്ടുള്ള ഏത് സൈറ്റും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള ഹാർഡ് കോർ വൈറസ്. ടാർഗറ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ടെററിസ്റ്റ് സൈബർ വേൾഡ്. ദാറ്റ്സ് ഗ്രേറ്റ് സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. സർ, മേജർ ശ്രീകുമാർ ഹിയർ സർ. ടെൽ മീ മേജർ. മിലിറ്റൻസിന്റെ വളരെ ഗൗരവമുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഗോഡ്, ഐ എം കമ്മിങ്. ഞാൻ ദാ എത്തി. പ്ലീസ് സർ. സർ, പ്ലീസ് പ്ലീസ്. യെസ്. സർ, ടേക്ക് എ ടിക്കറ്റ് ടു US Embassy. 5 persons on 6th July. July 6th means next week. Sir, they are planning to attack US Embassy, Delhi. Origin of the message? 1 second, sir. Sir, ദാ ഇവിടെ IP അഡ്രസ് ട്രേസ് ചെയ്തു. സാർ, മെസ്സേജ് വന്നിരിക്കുന്നത് ഇറ്റ്സ് ഫ്രം POKയിൽ ഒരു ഹബ്ബിൽ നിന്നാണ്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. സാർ, മെസ്സേജ് റിസീവ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. Oh my God. So the ultimate target is the US Embassy, Delhi. Right, sir. Satish, Yeah. get me Major General Sharad, sir. Quick. സർ. Sri, Sir. ഈ അറ്റാക്ക് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫോയിൽ ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ മേജർ അച്ചീവ്മെന്റ്. Hope so, sir. ഗുഡ് വർക്ക്. Thank you, sir.